ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JDM ലവേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയുണ്ട്. അതായത് തമിഴ്നാട്ടിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിസാൻ GTR R32 ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത് വണ്ടി. അപ്പോൾ കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിയല്ല, നമ്മുടെ ജോസഫ് ഏട്ടൻ്റെ വണ്ടിയാണ് കേട്ടോ. ജോസഫ് ഫുൾ നെയിം പറ. ജോസഫ് ജെയിംസ് എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആള് കുറേ നാളായിട്ട് എത്ര നാളായിട്ടുണ്ടാവും RC ഇതിലോട്ട് വന്നിട്ട്? 2005 വന്നതാണ്ടോ ഗൈസ്. നമ്മളെക്കാട്ടൊക്കെ സീനിയറാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ R32 സിൽവർ കളറാണ്. കണ്ടോ, ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിൽ ആട്ടോ ഈ ബാക്ക് സൈഡിൽ കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ വണ്ടി. പിന്നെ ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. ഇത് എത്ര ചാനൽ റിമോട്ട്? ഇത് 3 ചാനൽ റിമോട്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വണ്ടീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം കേട്ടോ. കാരണം ഇതിനകത്ത് കുറച്ച് ഇത് ടാമിയുടെ ചാസിയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ കൂരിയിട്ടുണ്ട്. നൈസായിട്ട് ഇത് ബോഡി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കുറേ പണികളുണ്ട് കേട്ടോ. അതായത് അപ്ഗ്രേഡേഷൻ പണികളൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ മറ്റേ ഇത് ഇൻ്റർകൂളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെൻറ്റർ ഷാഫ്റ്റ് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ESC മോട്ടർ ബ്രഷ്ലെസ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതായത് ടാമിയയിൽ ബ്രഷ്ഡ് വേർഷനാണ് വരുന്നത്. നിങ്ങൾ പോർഷയുടെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചാസി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് സ്റ്റോക്ക് ടാമിയുടെ ചാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, ഈ ഇരിക്കുന്ന ഒരു ഐറ്റത്തിനാണ് ഇതേപോലെ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ സസ്പെൻഷൻ പ്ലാസ്റ്റിക് സസ്പെൻഷനാണ് വരുന്നത്. അഡ്ജസ്റ്റബിൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിവിടെ സ്പേസ് ഇട്ട് ഹൈറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ഇത് നമുക്ക് തിരിച്ച് ഹൈറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഷാഫ്റ്റ് വരുന്നത് പ്ലാസ്റ്റിക് ആണ്. ഇത് മെറ്റൽ ഷാഫ്റ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മോട്ടർ ബ്രഷ്ഡാണ് വരുന്നത്. അത് ബ്രഷസിലൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പണികൾ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും കാണുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം അറിയും. സ്റ്റോക്ക് വാസ് മോഡിഫൈഡ്. അപ്പോൾ RCയിൽ നമുക്ക് മോഡിഫൈഡ് വണ്ടികളൊക്കെ ഉണ്ട്, നമുക്ക് മോഡിഫൈ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സംഭവം, ചാസിയുടെ സംഭവങ്ങൾ. 3 ചാനൽ റിമോട്ടാട്ടോ ഇത്. യെസ്, ഓണായി. ഫാനൊക്കെ ഇറങ്ങുന്നുണ്ട്. സംഭവം സെറ്റായിട്ടുണ്ട്. ബോഡി ഇടാല്ലേ. ഇത് എത്ര നാളായിട്ടുണ്ടാവും മേടിച്ചിട്ട്? എത്ര വർഷമായിട്ടുണ്ടാവും? കുറേ നാളായി. ഏകദേശം ഒരു വർഷക്കണക്ക് പറയുകയാണെങ്കിൽ 2009 ആയിരിക്കും. ഓ ഗൈസ്, 2009 മേടിച്ച സാധനം ഡൈറ്റാണ് ഇപ്പോൾ നിൽക്കണത്. ഈ RC കാർ എന്തോരം ലാസ്റ്റ് ലൈഫ് കിട്ടും എന്നൊക്കെ പറയുന്നവരത് പറയാനുള്ളത് അത് നിങ്ങൾ നോക്കണ പോലെ ഇരിക്കും. ശരിക്കും മെയിൻറ്റെയിൻ ചെയ്താൽ ഇത് എത്ര നാളുകളിൽ നിന്നോളും. അത് അങ്ങനെ പോകുന്ന ഒരു ഐറ്റം അല്ല ഈ സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ V-Spec2 എന്നൊക്കെ പറഞ്ഞ സ്റ്റിക്കർ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അടിപൊളി സ്കൈലൈൻ. പിന്നെ ഇവിടെ ഒരു എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കാറ് ഓണായല്ലേ? ഇനി നമുക്ക് റോട്ടിലോട്ട് വെച്ചാലോ. ഗൈസ്, നമ്മുടെ സ്ഥിരം സ്ഥലം നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഈ കാറൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ഓ പൊളി. Fixed upon the web, I need to kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all, fearless.
us. I'm here and I'm feeling fearless. Exaggerated, that's what you. ഈ വണ്ടിയുടെ വീൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്പാർക്ക് വരും കേട്ടോ. കാണിച്ചു തരാട്ടാ. സ്പാർക്ക് ഇവിടെ നനഞ്ഞു കിടക്കുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് കുറച്ചേ വരത്തുള്ളൂ. പക്ഷെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ ഉണ്ടല്ലോ പൊളിയായിട്ട് വന്നേനെ. ഇതിപ്പോൾ റോഡ് നനഞ്ഞു കിടക്കുകയാണ് കണ്ടോ. ഭയങ്കര നനവുള്ള കാരണമാണ് സ്പാർക്ക് അത്രയും കുറവ്. അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്പാർക്ക് വരുന്ന ഒരു ഐറ്റം ഉണ്ടോ. ആ ടയറിന് അത്യാവശ്യം നല്ല റേറ്റുള്ള ടയറാണിത്. കഴിച്ച് ഇവിടെ മഴ പെയ്ത് റോഡ് ഇങ്ങനെ ഇരിക്കുക കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമൊന്നും കിട്ടുള്ളൂ കേട്ടോ. അതായത് ആ വീലിൽ നിന്ന് സ്പാർക്ക് വരുന്നതായിരുന്നു അടിപൊളിയായിട്ട് കണ്ടോ. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ R32 കുറിച്ച് പറയാനുള്ളത്. എന്ന് വെച്ചാൽ വണ്ടി ഒരു രക്ഷയില്ല. അത് ഡ്രിഫ്റ്റ് കാറാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ടറൈൻ ഇതിന് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പെർഫോമൻസ് നമുക്കിവിടെ ശരിക്കും കിട്ടില്ല. നമുക്കൊരു ദിവസം വേറൊരു ടറൈനിൽ പോയിട്ട് എല്ലാ ഡ്രിഫ്റ്റ് കാറും ഓടിക്കാം. നൈസായിട്ട് ഇതിൻ്റെ ടയർ അലോയ്സിൽ നിന്ന് തള്ളിപ്പോകുന്നു. സംഭവം സെറ്റപ്പ് ഉണ്ടോ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടിങ് ഡ്യൂട്ടി അത് ഒരാൾക്ക് കിട്ടുന്നതിനനുസരിച്ചൊക്കെ ഇരിക്കും. ചിലപ്പോൾ ഒരു 35 അല്ലെങ്കിൽ ഒരു 30 ആ ഒരു റേഞ്ചിലൊക്കെ പോകും ചിലപ്പോൾ. പറയാൻ പറ്റത്തില്ല. ഗൈസ് ദേ മഴ പെയ്ത് തുടങ്ങി. സാധനം എടുക്കാൻ പോവാം. എന്താ പറ്റേ കണ്ടോ മഴയൊക്കെ പെയ്ത് തുടങ്ങി. തുള്ളിയൊക്കെ ആയി തുടങ്ങി. ഇത് വാട്ടർ പ്രൂഫാണോ ഇത് ഫുള്ളി? അല്ലല്ലോ അല്ല. അപ്പം നമ്മൾ എസ്കേപ്പ് ആവുന്നതാണ് നല്ലത്. മഴ പെയ്ത് ഗൈസ്. അപ്പം നമ്മൾ മഴയായത് കാരണം വണ്ടി നൈസായിട്ട് ഡിക്കിയിലോട്ട് വെച്ച് ഇവിടെ പിന്നെ കുറേ സ്പെയർ വീൽസ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുൾ സെറ്റപ്പായിട്ടാ. പിന്നെ വേറൊരു ബോഡി ഉണ്ട്. ഇത് ഡാറ്റ്സൻ്റെ അല്ലേ? ആ ഡാറ്റ്സൺ 240Z. യെസ്. നമ്മുടെ R32 ബോക്സൊക്കെ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ R32. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇവിടെ ഭയങ്കര മഴ ചാടി തുടങ്ങിയിട്ടോ. അതെ ഭയങ്കര മഴയായി തുടങ്ങി ഇവിടെ. അപ്പോൾ അത് കാരണം നമ്മൾ പരിപാടിയൊക്കെ നിർത്തി നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ അഴിച്ച് വെക്കാം കേട്ടോ. എല്ലാം ബാറ്ററീസ് കാര്യങ്ങളെല്ലാം ഊരി. അതായത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക ബാറ്ററി ഒന്നും ഒരിക്കലും RC കാറിൽ കുത്തിയിടരുത്. അങ്ങനെ കുറേ പേരുടെ ബാറ്ററിയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക മാക്സിമം സ്റ്റോറേജ് മോഡിൽ ഇട്ട് വെക്കുക. പിന്നെ റിമോട്ടിൽ ബാറ്ററി ഇട്ട് വെക്കാണ്ടിരിക്കുക. എല്ലാ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് ബാറ്ററി ഊരി വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ബാറ്ററി പോകും ഗൈസ്. നമ്മുടെ കയ്യിൽ പൈസ പോകും ഗൈസ്. ജോസ് മേഡം ഭയങ്കര ഫ്രീക്കനാട്ടോ. ടാറ്റോ ഒക്കെ അടിച്ച് സീനാണ്. ഇവർ 2005 തുടങ്ങി പറയുമ്പോഴത്തേക്ക് ഏകദേശം എത്ര വർഷമായി ഇപ്പൊ? അത്യാവശ്യം അല്ല 2021 2021 2005 16 ഗൈസ് 16 വർഷമായിട്ട് RC കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനാട്ടോ ഇത്. സാധനമൊക്കെ സെറ്റ് ചെയ്ത് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ
എന്താ പറയുക R32 കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റിൽ പറയാം എല്ലാവരും. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കൊരു അടുത്ത RC ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.